ഇന്ന് കുളിച്ചല്ലോ അല്ലെങ്കിലും അതാകുമ്പോ ഇന്ന് 2 മണി കുളിച്ചല്ലേ നീ? സെറ്റ് കൊണ്ട് എന്റെ ഡ്രസ്സല്ല, ഇതേ ഇഷ്ടാനിയുടെ ഡ്രസ്സ്. ഞാൻ കൈയും കാലം പിടിച്ചിട്ടാണ് ഇട്ടുകൊണ്ടത്. അവിടെ എന്നെ തിരിച്ചുകൊണ്ടത് തേച്ച് വെച്ചോളെന്നൊക്കെ പറഞ്ഞു. നമ്മുടെ ബജിക്കുള്ള മുളക് ഡീസീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ ആ സീഡ് മാറ്റിയിട്ടാണ് കഴിക്കുന്നത്. കളയാണ്ടോ ചെടിയിലിട്ട് പിടിക്കണേ. സൈഡ് നല്ല ചൂട് ചിപ്സ് വറുത്തോണ്ടിരിക്കുകയാണ്. ഹായ്, ഓർഡർ ഉണ്ടല്ലേ? ഓക്കേ, കാമ്പോയി മുണ്ട് കൊടുക്ക, നിക്കർ വിട്ട് നടക്കണം. ഇനി ഇത് കുറച്ചു നേരം പുളിവെള്ളത്തിൽ ഇട്ട് വെക്കണം. അപ്പൊ എരിവ് കംപ്ലീറ്റ് ആയിട്ട്. പെപ്പർ അല്ലേ? പെപ്പറിന്റെ പാക്കേജിങ് റെഡ്. ഇത് ഫുള്ള് സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കും, ഓർഡേഴ്സ് ഉള്ളത് കൊണ്ട്. പിക്കിളും സ്ക്വാഷും. ഇതാണ് ചിപ്സിന്റെ പുതിയ പാക്കേജിങ് അല്ലേ? ദിസ് ഇസ് സോ പ്രിറ്റി ആൻഡ് നൈസ്. ദിസ് ഇസ് സോ നൈസ്. പക്ഷെ ബനാന ചിപ്സ് എന്തെങ്കിലും എഴുതാത്തെന്താ? ഓ അങ്ങനെ. ഓ ഇതെന്താണ്? വെയിലിപ്പോ ഉള്ളതുകൊണ്ട് നല്ല പറ്റുന്നുണ്ട്. ടപ്പിയോക്ക പപ്പടം. ഇത് നേരത്തെ വിൽക്കുന്നില്ലായിരുന്നു? ഉണ്ടായിരുന്നു, പക്ഷേ ഇതങ്ങ് സൈഡായി പോയി. ഓ അങ്ങനെ. ഇതാണ് മെയിൻ സാധനം, മരിച്ചിനി പപ്പടം. ഇത് എന്താ മറ്റേ ഇതല്ലേ തേങ്ങാപ്പാൽ ഒഴിച്ച മുറുക്ക് എന്ന് പറഞ്ഞു? തേങ്ങാപ്പാൽ ഒഴിച്ച മുറുക്ക് അടിപൊളി. അഞ്ജലി ഈ വ്ളോഗ് കണ്ട കരയും കേട്ടാ, പാവം. കടുമാങ്ങയുടെ ഇത് മൊത്തം കടുമാങ്ങയാ. ചമ്മന്തിപ്പൊടി കൊള്ളാം. കടലമാവ്. എന്റെ വീട്ടിൽ പൊതുവേ ചെയ്തൊരു ടെക്നിക്കാണ്. പുളിവെള്ളത്തിൽ മുളക് മുക്കി വെക്കും. ഞാൻ പണ്ട് അച്ഛൻ ചെയ്യുന്ന കുഞ്ഞിലെ കണ്ടിട്ടുണ്ട്. ഇച്ചിരി എരിവ് മാറി കിട്ടും. ഉപ്പിട്ടു, മുളക് പൊടി കുറച്ചിട്ടു, അരിപ്പൊടി. എന്താ? ഓ കായം. ഓക്കെ ഓക്കെ, നൈസ്. ഇച്ചിരി കല്ല് പോലെ, നമ്മുടെ അവിടുത്തെ കല്ല് പോലെയല്ല, പൊടി പോലെയാ. ബേക്കിംഗ് സോഡയ്ക്ക് ദോശമാവാണ് ഇടുന്നത്. ഓക്കെ, അങ്ങനെ ഈ മാവിന് എന്തൊക്കെ ഇടാൻ പറ്റുമോ അതൊക്കെ ഇട്ടു. ഒരുപാട് ഇട്ടിട്ട് കിടന്ന് വീട്ടിലെ പോയിട്ട് ശരിച്ചുള്ളൂ. നമ്മുടെ അടുത്ത ബജി ഐറ്റമാണ് പൊട്ടറ്റോ. എനിക്കൊരു 2 കഷ്ണം മുക്കിയിട്ട് അത് ഇട്ട് തരണേ. എനിക്ക് ഇത്രയും തിന്നിഷ്ടമല്ല. എനിക്ക് നല്ല കട്ടി പൊട്ടറ്റോ ആയിരിക്കണം. മനസ്സിലായി? എനിക്ക് ഇതില് 2 എണ്ണം ഇട്ടിട്ട് 2 എണ്ണം മുക്കി തരണം. അങ്ങനെ. ഇല്ലെങ്കിൽ മറ്റേ ക്രിസ്പി പോലെ ആവും. എനിക്ക് ക്രിസ്പി ആവുന്ന ഇഷ്ടമല്ല, കുഴഞ്ഞിരിക്കണം. മിണ്ടാതെ ഇരുന്നോ കേട്ടാ? ഇറിറ്റേറ്റ് ചെയ്യണം കുറെ നേരമായി. രണ്ടെണ്ണം ഇതൊരു 3 എണ്ണം എടുത്തോ. നീ സമയപ്പോ കുടിക്കാൻ പാടില്ല. അപ്പൊ വാങ്ങമ്മ ഇങ്ങനെ ഇരിക്കുന്ന പുളിയിലിട്ട് വെച്ചേക്കുന്ന ബജ്ജി മുളക്. ആഹാ, പക്ഷേ ഫോട്ടോ എടുക്കല്ലേ? സ്വാമിന്റെ ഇടയിലെ ഫോട്ടോ അല്ല. മുളക് ഇനിയൊക്കെ അശ്വിൻ
സാധനമാണ്. ആ എരിവില്ല, പക്ഷെ മുളകിന്റെ ഫ്ലേവർ. കഴിക്കാം, ഒന്നും വേണ്ട. എനിക്ക് കാഞ്ചത്തൊക്കെ ഒരു സ്വർണ്ണമാനം കിട്ടും. ആയിരം എനിക്ക് വേണ്ട. ഈ കഴുത്ത് ഫ്രീ ആയിട്ട് ഇടാം, ഇത്രയാവും. ഒരു പപ്പടം കൊള്ളാം, കൊള്ളാം. അപ്പൊ എനിക്കിത് ഓക്കെയാണ്, കൊള്ളാം. ഒരു അമ്മയാ മരിച്ചിരി പപ്പടമാ. അവിടെ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്, അച്ഛന് നല്ല ഇഷ്ടമാണ്. ഇപ്പൊ ഓർമ്മ കിട്ടും കേട്ടോ.